എൻഡോമെട്രിയോസിസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാം. യൂഷ്വലി ഇത് നമ്മൾ 4ആയിട്ട് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ പോലെയൊക്കെ സ്റ്റേജസ് 4 ഉണ്ട്. ആദ്യത്തെ 2 സ്റ്റേജുകൾ, അതായത് സ്റ്റേജ് 1 and 2 എന്ന് പറയുന്നത് മൈൽഡ് ഡിഗ്രി ആയിരിക്കും. സ്റ്റേജ് 3 and 4 എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളതാണ്. ഇത് ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. എന്നിരുന്നാലും നമുക്കൊരു ഗൈനക്കോളജിക് എക്സാമിനേഷൻ വഴി നമുക്ക് ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. സ്കാനിലൊക്കെ ഇത് തെളിയണമെങ്കിൽ കുറച്ചും കൂടി ഒരു സിവിയർ ഡിഗ്രി ആകുമ്പോഴത്തേക്കാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കണ്ടുപിടിക്കാൻ പറ്റാറ്. അപ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അണ്ഡാശയത്തിലെ മുഴകൾ, അതായത് ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകളായിട്ട് നമുക്ക് കാണാം. അതേപോലെ സിവിയർ ആയിട്ടുള്ള ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ തെളിയും. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി നോക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും അതുപോലെ സ്റ്റേജ് ചെയ്യാനും പറ്റുക. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതും ഇപ്പറഞ്ഞ പോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ സിംറ്റം വെച്ചിട്ടാണ്. എന്താണോ നമ്മുടെ കംപ്ലയിൻറ്റ് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക. യൂഷ്വലി ഇത് പെയിനായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് പെയിൻ കില്ലേഴ്സ് കൊടുക്കും, അതുപോലെ ഹോർമോൺ പിൽസ് കൊടുക്കും, ഇഞ്ചെക്ഷൻസ് ഹോർമോൺസ് കൊടുക്കാറുണ്ട്. അതേപോലെ യൂട്രസിനകത്തിടുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഡിവൈസസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി എക്സ്ട്രീം കേസസുകളിൽ നമ്മൾ സർജറിയാണ് ചെയ്യുക. ഫാമിലിയൊക്കെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് യൂട്രസ് ഓവറിയൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട് ചില കേസുകളിൽ. ഇനി ഇൻഫെർട്ടിലിറ്റി ആണ് നമ്മുടെ മെയിൻ കംപ്ലയിൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി വഴി ഈ സിസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുക, ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ മാറ്റുക എന്നതാണ്. താങ്ക്